ഇപ്പോൾ നമ്മൾ വാട്സപ്പിലൊക്കെ വളരെ ഷോർട്ടായിട്ടുള്ള ഫോർമാറ്റിൽ നമ്മൾ മെസ്സേജസും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട്. അപ്പം ആപ്പിൾ ഐഫോൺസിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷോർട്ടായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഒറ്റ ക്ലിക്കിൽ അത് ലോങ് ഫോർമാറ്റിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതിൽ സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഇംഗ്ലീഷ് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ ഒരു കീബോർഡിൽ AF എന്ന് ടൈപ്പ് ചെയ്യാണ്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിൽ ലോങ് പ്രസ് ചെയ്താൽ അത് മാറിയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിലോട്ട് വരുന്നുണ്ട്. അപ്പം ഇത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ജനറൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ കീബോർഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ടെക്സ്റ്റ് റീപ്ലേസ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഇതിൽ ഫ്രേസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ എന്താണ് ലോങ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനൊരു എക്സാമ്പിളിന് ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ്. ഇനി ഷോർട്ട് കട്ട് ആഡ് ചെയ്യണം. അത് നമുക്ക് 2-3 ലെറ്റേഴ്സ് ആഡ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ASD എന്നുള്ളത് ആഡ് ചെയ്യുകയാണ്. ഇനി ASD എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ സ്പേസ് അടിച്ചാൽ ഈ ഒരു വേർഡായിരിക്കും അവിടെ വരിക. എന്തായാലും ഞാനത് സേവ് ചെയ്യാണ്. ഇപ്പം അത് സേവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ കീബോർഡ് ഓപ്പൺ ചെയ്തിട്ട് ASD എന്ന് ടൈപ്പ് ചെയ്യാണ്. ASD എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു ടൈപ്പ് ചെയ്തിട്ടുള്ള വേർഡ്. അത് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പേസിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പം ആ ഒരു വേർഡ് ഇവിടെ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഷോർട്ട് കട്ട്സ് ആഡ് ചെയ്യാവുന്നതാണ്. ആ ഒരു ഷോർട്ട് കട്ട് പിന്നെ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് വെച്ച് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ ടെക്സ്റ്റ് റീപ്ലേസ് ചെയ്യാവുന്നതാണ് കീബോർഡിൽ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.